ഹായ് ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു പ്ലം കേക്കാണ്. പ്ലം കേക്ക് എങ്ങനെയാണ് നല്ല രുചിയോടുകൂടി ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരുടെ വീട്ടിലും ക്രിസ്മസിനെ പ്ലം കേക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലേ. എന്നാൽ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. അപ്പം എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അതേ അളവിനാണ് ഞാനിവിടെ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇതാ സെയിം അതേ അളവിൽ തന്നെ ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ട് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തുള്ള ജ്യൂസാണ്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാനിതാ ഒരു അരക്കപ്പ് അളവിൽ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കളർ മിക്സ് കിട്ടിയിട്ടില്ല, ഒരു കളർ മാത്രമായിരുന്നു. അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതേ അളവിൽ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയാണ് ഞാൻ ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അതേ അളവിൽ തന്നെ കുറച്ച് വെള്ള മുന്തിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ചെറിയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ഞാൻ ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. ഞാനിവിടെ അങ്ങനെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഞാനിവിടെ ഇതാ അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈത്തപ്പഴവും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഏകദേശം 1 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഫ്രഷായി അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ അളവിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ പറ്റിപ്പോകും. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നമ്മുടെ ആ കേക്കിൻ്റെ ആ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവതിൻ്റെ വരെ നമ്മളിതൊന്ന് വെക്കണം. ഓവറായിട്ട് ബ്രൗൺ കളർ വന്നാൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് വരും. അപ്പോൾ അധികം നമ്മൾ ആക്കരുത്. ഈ ഒരു രീതിയിലാവുമ്പം നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം എന്ന് പറയുമ്പം നമ്മൾ ആ കപ്പിൽ തന്നെ, അതായത് 250 ml ആ കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഇളക്കുമ്പം അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, മേത്തൊട്ടും തെറിക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതായത് ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കരുത്, പുറത്ത് തന്നെ വെച്ചിട്ട് നമ്മളിതൊന്ന് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല കറക്റ്റായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അപ്പം അതവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടത് 125 ഗ്രാം അളവിൽ ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറക്റ്റ് ഒരു മുട്ട ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് വേറൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് നിറച്ചും മൈദ എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 1/4 കപ്പ് അളവിലാണ് ഞാനിവിടെ മൈദ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഗ്രാമ്പു, ചെറിയ പീസ് അളവിൽ കറുവപ്പട്ട, അതുപോലെ തന്നെ ചെറിയ പീസ് അളവിൽ ജാതിക്കയും കൂടെ പൊടിച്ചത്, മൊത്തത്തിൽ അങ്ങനെ 1/2 ടീസ്പൂൺ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പരമാവധി 2 വട്ടമെങ്കിലും അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അരച്ച് വെച്ച മാവിൽ നിന്നും ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദമാവ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്.
നമുക്കിനി ഇതിൽ ആ ജ്യൂസിൻ്റെ ആ ബാക്കി ജ്യൂസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. കാരണം ഇത്രയും അളവിൽ ചേർത്താലും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഭയങ്കര ലൂസായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇത്രയും അളവിൽ ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/4 കപ്പ് മൈദ ഇതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കേക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം അടിയിലായി പോകും. അതിൻ്റെ പേരിലാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഏതാ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ബട്ടറിൻ്റെ മിക്സിലേക്ക് മൈദയും അതുപോലെ തന്നെ പഞ്ചസാര ലൈനിയിലെ കാരമലൈസ് ചെയ്ത് വെച്ചാൽ അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലിടരുത്, കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് 2 തവണയായിട്ട് ഇട്ടിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ഓവറായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ട് മാത്രം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെറുതായിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ആ ബബിളൊക്കെ താന്നു പോയി കേക്ക് നമുക്ക് പൊങ്ങിക്കിട്ടില്ല. അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഇതാ ഞാൻ കേക്കിൻ്റെ ടിന്നിലേക്ക് കുറച്ച് ബട്ടർ പേപ്പറൊക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ ബട്ടർ പേപ്പറാണ്. നിങ്ങൾക്ക് കറക്റ്റ് ബട്ടർ പേപ്പർ കിട്ടിയാൽ അത് തന്നെ വെച്ച് കൊടുക്കണം. ഞാനിവിടെ നമ്മുടെ വീട്ടിൽ ചെറുതായിട്ട് രീതിയിലൊന്ന് തയ്യാറാക്കിയെടുത്ത് ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കേക്കിൻ്റെ മിക്സ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഇടയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ബബിളായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറുത്ത മുന്തിരിയും ചെറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന രീതിയിൽ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് തയ്യാറായി കഴിഞ്ഞാൽ നല്ല ഭംഗിയും ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിത് ഈ രീതിയിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ കുക്കറാണ് വെച്ചിട്ടുള്ളത്. 10 ലിറ്ററിൻ്റെ വലിയ കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മുടെ കുക്കർ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. അതിനുശേഷം ഇങ്ങനെ ഉപ്പിൻ്റെ മുകളിലായിട്ട് ചെറിയ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ ഫിസിലും അതുപോലെ തന്നെ കുക്കറിൻ്റെ വാഷറും മാറ്റണം. അതിനുശേഷം കറക്റ്റ് 55 മിനിറ്റും കൊണ്ട് നമ്മുടെ കേക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ വെച്ചിട്ട് ഏകദേശം ഒരു 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂടിപ്പോയാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം കറക്റ്റ് ഒട്ടാതെ കിട്ടുവാണെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ ഇതാ എനിക്കിവിടെ കറക്റ്റ് ഏകദേശം ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ കേക്ക് എപ്പോഴും തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ചൂടോട് കൂടി തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ബട്ടർ പേപ്പറൊന്നും മാറ്റി കൊടുക്കരുത്. നമ്മൾ ഇന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് ഇത് നമുക്ക് കിട്ടുള്ളൂ. നല്ലൊരു കളറൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ എനിക്കിവിടെ നല്ല കറക്റ്റായ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ ആക്കിയെടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ വെച്ചതാണിത്. നിങ്ങൾ കറക്റ്റ് ബട്ടർ പേപ്പർ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, ഒട്ടും ഇതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ തയ്യാറാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് ഇവിടെ. അപ്പോൾ ഇത് തലേന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിറ്റേ ദിവസമാണ് ഞാനിതിങ്ങനെ പേപ്പറൊക്കെ മാറ്റി നല്ല സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യുമ്പം നല്ല കഴിക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പം എല്ലാവരും ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെ മറക്കാതെ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം എൻ്റെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ. താങ്ക് യു ഓൾ.